കന്നഡ ചലച്ചിത്ര താരം ദർശൻ പ്രതിയായ കൊലപാതക കേസിൽ നടി പവിത്ര ഗൌഡയും കസ്റ്റഡിയിൽ. പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിനെ തുടർന്നാണ് ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, പവിത്ര ഗൌഡയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നതാണോ പോലീസിന്റെ കണ്ടെത്തൽ? അനുജ, പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ നിരന്തരമായി സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വ്യക്തിപരമായുമൊക്കെ വളരെ മോശം സന്ദേശങ്ങൾ അയച്ചതിൻ്റെ പേരിലാണ് ഇയാളെ കൊലപ്പെടുത്തുന്നത്. ദർശൻ കൊട്ടേഷൻ നൽകിയ സംഘം 9 പേരടങ്ങുന്ന സംഘമാണ് ഇയാളെ കൊലപ്പെടുത്തി മൈസൂരുവിൽ വെച്ചാണ് കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ബംഗളൂരുവിൽ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദർശനെ ഇന്നിപ്പോൾ പോലീസ് രാവിലെ അറസ്റ്റ് ചെയ്തു. നേരത്തെ 9 അംഗ കൊട്ടേഷൻ സംഘം പിടിയിലായിരുന്നു. ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദർശനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും അയാളെ അറസ്റ്റ് ചെയ്യുന്നതും. ഇപ്പോൾ പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്നുള്ളതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ബംഗളൂരുവിലെ അന്നപൂർണേശ്വരി പോലീസ് സ്റ്റേഷനിലാണ് അവരെ എത്തിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത്. അവർക്ക് നേരിട്ട് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. എന്തായാലും കേസിൽ ഇതുവരെ 10 പേരെ, അതായത് നടൻ ദർശൻ ഉൾപ്പെടെ 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പവിത്ര ഗൗഡയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. രേണുകസ്വാമി കൊലക്കേസിലാണ് ഇപ്പോൾ പവിത്ര ഗൌഡയെ കൂടി കസ്റ്റഡിയിലെടുത്തത് പോലീസ്.